ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മാമ്മയും കൂടി അമ്പലത്തിൽ പോവാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വ്ളോഗായിട്ട് എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് ഐസ് ക്യൂബ് വയ്ക്കാൻ വേണ്ടി പോകുന്ന മുഖത്ത് എന്തോ ഒരു സുഖമില്ല. അങ്ങനെ അതൊക്കെ വെച്ച് മുഖത്ത് എന്തെങ്കിലും തേച്ചിട്ട് പല്ലൊക്കെ തേച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് കുളിച്ചിട്ട് സുന്ദരിയായിട്ട് വേണം അമ്പലത്തിൽ പോകാനായിട്ട്. ആവണങ്ങാട്ടിലാണ് പോണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനായിട്ട്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അമ്പലത്തിലേക്ക് ആദ്യമായിട്ട് പോണത്. കണ്ടോ, അമ്മാമ്മ അവിടെ നിന്നിട്ട് ആരെയോ ഫോൺ ചെയ്യാണ്. അപ്പോൾ എന്താ കഴിച്ചിരിക്കണം. അങ്ങനെ ഞാൻ പിന്നെ ഐസ് ക്യൂബ് വയ്ക്കുകയാണ്. ഈ ഐസ് ക്യൂബ് വയ്ക്കുമ്പോൾ എനിക്ക് എന്തോ നല്ലൊരു മുഖത്തിനൊരു നല്ലൊരു സംഭവം കിട്ടും. നിങ്ങൾ വെച്ച് നോക്കൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെ എന്തുട്ടാ കിട്ടിയെന്നുള്ളത്. അങ്ങനെ അതൊക്കെ വെച്ച് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ കുഞ്ഞായിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മുഖത്ത് മഞ്ഞളും നാളികേരപ്പാലുമാണിത്. അത് ഞാൻ ഇവിടെ വന്നേ പിന്നെ ആകെ അത്രയും മടി വന്നിരിക്കുന്ന സമയത്ത് മാത്രം തേക്കാതിരുന്നിട്ടുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഡെയിലി രാവിലെ തേക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ തേച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തോ തേക്കുമ്പോഴും നമ്മൾ കഴുത്തിലും കൂടെ തേക്കണമെന്ന്. അങ്ങനെ കഴുത്തിലും മുഖത്തൊക്കെ വാരി തേച്ചിട്ട് പിന്നെ ഇത് പിടിക്കുന്ന സമയം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് മറ്റേ ഗോതമ്പട അതിൻ്റെ ഉള്ളിൽ ശർക്കര വെച്ചിട്ടുള്ളതായിരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കുളിച്ച് അപ്പോൾ ഞാൻ ഒരുങ്ങി. എങ്ങനെയുണ്ട് എൻ്റെ കുപ്പിവള, എൻ്റെ ഡ്രസ്സ്? പിന്നെ ഞങ്ങളിവിടെ ഇറങ്ങാൻ നേരം മഴയായിരുന്നു. അപ്പോൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ പോണ റോഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഞാനാന്ന് വെച്ചാൽ എൻ്റെ പാവാടൊക്കെ മടക്കി കുത്തിയിട്ടാണ് നടക്കുന്നത്. അമ്മാമ്മ അവിടെ നിന്ന് വരുന്നത് എന്തോ വെള്ളപ്പൊക്കക്കാർ വരുന്ന പോലെയാണ്. പിന്നെ ഇവിടുന്ന് പോണ വഴിക്ക് ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെയും കൂടി കയറി തൊഴുതിട്ടാണ് ഞങ്ങൾ പോയത്. ഗായ്സ്, ഞങ്ങൾ തൃപ്രയാർ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. എൻ്റെ അമ്മാമ്മ. അങ്ങനെ തൃപ്രയാർ അമ്പലത്തിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അമ്മാമ്മ പറയുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടെന്നാണ്. അവർക്ക് കണ്ണുള്ളോടത്തോളം കാലം അവർ നോക്കും. നമുക്ക് അവരെ കണ്ണ് പൊത്തി വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ പകുതി ആൾക്കാർ നോക്കുന്നത് എനിക്കെന്തോ അസുഖമാണെന്ന് വെച്ചിട്ടാണ്. അവരിപ്പോഴും അത് നിർത്തിയിട്ടില്ല. പിന്നെ മീനൂട്ടൊക്കെ നടത്തി. കുറേ മീനുകളുണ്ടായിരുന്നു. മീനൂട്ട് നടത്തി. ഇനി ഒരമ്പലത്തിലും കൂടി തൊഴുത് ഞങ്ങൾ നേരെ ആവണങ്ങാട്ടേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കും. ഫുഡ് മുഖ്യം ബിഗിലെ. ഇവിടെ ഈ അമ്പലത്തിൽ വടമാല തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെയും കൂടിയും പ്രാർത്ഥിച്ച് ഞങ്ങൾ ആവണങ്ങാട്ടേക്ക് പോവാണ്. അപ്പോൾ പോണ വഴിയിൽ ഇങ്ങനെ കടയിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഒന്ന് വിൽക്കാൻ ഇരിക്കുന്നുണ്ട്. ഗൈസ്, ഞങ്ങൾ ആവണങ്ങാടെത്തി. ഞങ്ങൾ നടക്കുന്നു. അല്ലോ, ബാക്കിൽ കാർ വരുന്ന പിടിക്കുന്നുണ്ടെന്നോ. ഗൈസ്, എല്ലാവരും എന്നെ നോക്കണം. എന്തെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ മൊട്ടടിച്ചിട്ട് പട്ടുപാടിട്ടോണ്ടാന്ന് തോന്നുന്നു. എല്ലാവരും എന്നെ നോക്കിയിട്ട് ഇങ്ങനെ എന്താ പറയച്ചില്ല. പിന്നെ ഭയങ്കരട്ടായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ വരുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്കിങ്ങനെ കിട്ടും. ഞാൻ അമ്മാമ്മയുടെ കൂടെയാണ് ഇവിടേക്ക് ആദ്യം വന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പോവാറ്. പിന്നെ ഇവിടെ ഇങ്ങനെ 2 മിററുണ്ട്. പിന്നെ അവിടെ വന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് എൻ്റെ നേരെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നോ ഫോട്ടോഗ്രാഫി എന്നൊക്കെ. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിലാണ്. ഇവിടെ വെച്ച് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമുക്ക് തീരെ മടുപ്പ് വരില്ല. അങ്ങനെ എനിക്ക് കിട്ടുന്ന ചോറ് ഫുള്ളും ഞാൻ കഴിച്ച്. പിന്നെ എനിക്ക് അവിടെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എൻ്റെ വയറൊക്കെ നിറഞ്ഞിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല. പക്ഷേ വലിയ സീനുണ്ടായില്ല. ഗൈസ്, ഫുഡ് കഴിച്ച് എൻ്റെ വയറ് നിറഞ്ഞ എൻ്റെ വയറിപ്പോൾ പൊട്ടും. അയ്യോ പൊട്ടേ. ഫുള്ളും
കഴിച്ചു ഞാൻ. ഗുഡ് ഗേൾ ആയി. പിന്നെ അവിടെ നിന്ന് നേരെ ബസ് കയറി വന്ന് പ്രിപ്പയർ ഇറങ്ങി കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പിന്നെ വന്നത്. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണമായിരുന്നു. പോയ 1% പോലും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. തിരിച്ച് വരുമ്പോൾ ആകെ അവശതയായിരുന്നു. എനിക്കാന്ന് വെച്ചാൽ പോയിട്ട് എൻ്റെ പാവാട കൂരിയിട്ടൊന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.